ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള 57ാമത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പല നമസ്കാരം തുടങ്ങി ഗൈസ്. ഓക്കെ, ബിന്നിൻ്റെ ഹസ്ബൻഡ് സാബുമാനുമായിട്ട് ചെറിയ രീതിക്ക് ഫിസിക്കൽ മറ്റേ പുഷപ്പും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കാണ്. ബിന്നിയാണെങ്കിൽ കിച്ചണിൽ കയറിയിട്ട് ചായ ഇടാൻ എന്തോ പോകുകയാണ് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അനീഷ് ഈ ഒരു ബിന്നിയോട് സംസാരിക്കുകയാണ്. ഈ പഞ്ചസാര മറ്റുള്ള സാധനങ്ങളെല്ലാം പൂട്ടി വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ ഇതിലത്തെ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാപ്റ്റനാണെങ്കിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. ചെറിയൊരു കശപിശയാണ്. അവിടെ ഷാനവാസ് ഇടപെടുന്നുണ്ട്, അക്ബർ എല്ലാവരും ഇടപെടുന്നുണ്ട്. ചെറിയ ചെറിയ രീതിക്കാണ് പോയിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫാമിലി ടാസ്ക് വരുന്നത്. ആദ്യം തന്നെ വരുന്നത് അക്ബറിൻ്റെ അമ്മയും വൈഫുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചെറിയൊരു ടാസ്ക് അക്ബറിന് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കറക്റ്റായിട്ട് വെക്കുക, പിന്നെ ഒരു ബോളും കറക്റ്റായിട്ട് ഇടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു രണ്ടുപേരും ഉള്ളിലേക്ക് കടന്നു വരുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവർ സംസാരിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഫാമിലി വരുന്നവരൊക്കെ പറയുന്നുണ്ട്, നീ കളിക്കുന്നത് സൂപ്പറാണ്, നീ ഒറ്റയ്ക്ക് തന്നെ കളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മയായാലും ഈ ഒരു വൈഫാണെങ്കിലും നിങ്ങൾ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തതായി വരുന്നത് സാബുമാൻ്റെ അമ്മയും അച്ഛനുമാണ് വരുന്നത്. അമ്മയും അച്ഛനും അങ്ങനെ സാബുമാനും ഒരു ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കറക്റ്റായിട്ട് വെക്കുക എന്നാണ് പറഞ്ഞിട്ട്, പിന്നെ ബോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലാക്കുക, ആ ഒരു ടാസ്കൊക്കെ ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ട് സാബുമാൻ. അങ്ങനെ അമ്മയും അച്ഛനും മുകളിലേക്ക് വരുന്നുണ്ട്. മോൻ്റെ ആ ഒരു ശരി മറ്റുള്ള കാര്യങ്ങളും എല്ലാം സൂപ്പറാണ്, മോൻ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് അമ്മ പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആദിലേൻ്റെ ഒരു ഫാമിലി വരുന്നുണ്ട് എന്നാണ് ബിഗ് ബോസ് വിളിച്ച് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നൂറേൻ്റെയും ഫാമിലി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല ആരാണ് വരുന്നത് എന്ന്. ഫാമിലിയിൽ നിന്നായിരിക്കാം എന്നാണ് ഇവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും ഫാമിലിയിൽ നിന്ന് ഒരു രണ്ടുപേരും കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. ബിഗ് ബോസ് താരങ്ങൾ രണ്ടുപേരാണ് കടന്നു വന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ആദിലേക്കും നൂറയ്ക്കും കൊടുക്കാനുള്ള ഹിൻ്റൊക്കെ കൊടുത്തിട്ടാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. പിന്നെ ഒരു വഴക്ക് അവിടെ ഫുഡിന് വേണ്ടി നടക്കുന്നുണ്ട്. ഫുഡിന് ഈ ഒരു ഷാനവാസ് ആണെങ്കിലോ ആ ഒരു പീസ് കൈയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഷാനവാസും അനുമോളും അങ്ങനെ ദേഷ്യം വന്നിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും അവരവരുടെ ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ അനുമോളാണെങ്കിലോ കഴിക്കുന്നില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത്. നെവിൻ്റെ അടുത്ത് നിന്ന് നെവിനും ഈ ഒരു അനുമോളും കഴിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബിഗ് ബോസിൽ എല്ലാവരും ഫാമിലി റൗണ്ട് വന്നിട്ട് അവരവരുടെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നെവിനാണെങ്കിലും നല്ല രീതിക്ക് വെറുപ്പിക്കുന്നുണ്ട് ഈ ഒരു ബിന്നീൻ്റെ ഹസ്ബൻഡിനെയും കുറിച്ചിട്ട്. അവിടെ തന്നെ പോയി കിടക്കുക, ഇരിക്കുക, അവിടെ തന്നെ ഇരിക്കുക എന്നൊക്കെയാണ് നെവിൻ്റെ പ്രവൃത്തികൾ അരോചകമായിട്ട് അവിടെ കണ്ടസ്റ്റൻസിനെ തോന്നിയിട്ട് അവർ തന്നെ പറയുന്നുണ്ട്. ഇവരെ ഒന്ന് തനിച്ചു വിടും, ബിന്നിയെയും ഹസ്ബൻഡിനെയും തനിച്ച് വിടും എന്നാണ് പറയുന്നത്. അതിലെയും ഈ ഒരു അനുമോളും എല്ലാവരും പറയുന്നുണ്ട് ആ ഒരു വ്യക്തി ഒരു അരോചകമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ഇത് എന്തായാലും ലാലേട്ടൻ വന്നിട്ട് ചോദിക്കും എന്നാണ് എനിക്ക് തോന്നാനുള്ളത്. പിന്നെ അങ്ങനെ ഈ ഒരു ബിഗ് ബോസ് ജിഷയിലും ആര്യനും തമ്മിൽ ആ ഒരു കടത്തെ കുറിച്ചിട്ടാണ് ഇത്രയും ടോക്ക് ഉണ്ടായിരുന്നത്. ഇന്നലെ ആ ഒരു മാറിക്കടന്നിട്ടുണ്ടായിരുന്നു. ആര്യനാണെങ്കിലോ ഈ ലക്ഷ്മിക്ക് ഒരു ബെഡ് വേണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പോയി കിടക്കുന്നുണ്ട്. ലക്ഷ്മി ഉറക്കം വരുന്ന എനിക്ക് ഉറങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജിഷയിലാണെങ്കിലോ അപ്പുറത്തെ വേറെ ഏതോ ബെഡ് പോയി കിടക്കുന്നുണ്ട്. പിന്നെ ഇവർ ഒനിയിൽ, ഈ അക്ബർ, ഷാനവാസ് എല്ലാവരും ചേർന്നിട്ട് ഈ ഒരു കുറ്റം പറയുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്.